ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് 2-3 കട്ടിട്ട് കൊടുക്കുക, മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മസാല അരച്ചെടുക്കാം. ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 3-4 വെളുത്തുള്ളി, ഒരു 1/2 ഇഞ്ച് ഇഞ്ചി, 1 ലെമണിൻ്റെ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി. പേസ്റ്റാകാൻ പാകത്തിനുള്ള വെള്ളവും ചേർക്കുക. ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. മസാല റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇത് ചിക്കൻ്റെ പീസുകളിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കണം. എല്ലാ സ്ഥലത്തും നല്ലോണം പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്യാം. ഇപ്പം നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യണം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഓരോ പീസായിട്ട് വെക്കുക. ടോട്ടൽ കുക്കിംഗ് ടൈം ഒരു 18 മുതൽ 20 മിനിറ്റ് വരെയാണ് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, മീഡിയം ഫ്ലെയിമിൽ. ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് 7 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പം തന്നെ ഒരു സൈഡ് നല്ലൊരു കളറെല്ലാം വന്നിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഏത് സൈഡാണ് ആവേണ്ടത് നോക്കി ഒന്ന് മാറ്റി മാറ്റി വെച്ച് കൊടുക്കുക. ഇത് ഏകദേശം എല്ലാ സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓവനുള്ള കൂട്ടർക്ക് ഇത് ഒരു 35-40 മിനിറ്റോളം 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെച്ചാൽ മതി. തന്തൂർ ചിക്കൻ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.